ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു കൊല്ലം ഫാമിലി. കുറച്ച് ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. വർക്കിംഗ് ഡേ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നേ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ വിചാരിച്ച് എളുപ്പത്തിന് പുട്ട് തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ വന്ന ഉടനെ ചോറ് തിളപ്പിക്കാൻ അങ്ങ് വെച്ചിട്ടുണ്ടേ. പിന്നെ പുട്ടിന് നനച്ച് വെച്ചിട്ട് തേങ്ങയെല്ലാം തിരുവി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അനാൻകുട്ടി എണീറ്റ് വന്നിട്ടുണ്ടേ. ഇന്ന് വാപ്പച്ചിയും ഉമ്മച്ചിയും കൂടി വിളിക്കാൻ വരണം, നേരത്തെ വിളിക്കാൻ വരണം, കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിളിക്കാൻ വരണമെന്നാണ് അവൻ പറഞ്ഞിട്ട് പോയത്. ശരി വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പുട്ട് അടുപ്പിലോട്ട് ഇട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുട്ടെല്ലാം ആവിയേറി വന്നിട്ടുണ്ടേ. അപ്പം പുട്ടെന്ന് പറയുമ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. രണ്ടുപേർക്കും പുട്ടെന്ന് വെച്ചാൽ ഒരു കറിയില്ലെങ്കിലും അവർ കഴിച്ചോളും. പിന്നെ പഞ്ചസാരയും നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ എല്ലാ പലഹാരത്തെക്കാളും അവർക്ക് പുട്ടാണ് ഇഷ്ടം. ഇനി ഡെയിലി പുട്ടുണ്ടാക്കി കൊടുത്താൽ അതവർക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പുട്ടെല്ലാം ആയിട്ട് ഞാൻ കാസറോളിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കാസറോളിലാകുമ്പോൾ ചൂടാറാതിരിക്കുമല്ലോ. അത് ചൂടോടെ കഴിക്കാനാണ് ഇവർക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ കാസറോളിൽ തന്നെ ആക്കി വെക്കും. അപ്പോഴേക്കും അവൻ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അവൻ ഫുഡ് കഴിക്കുന്ന നേരത്ത് കറികളും ആക്കുന്നു ഞാൻ കേട്ടോ. പിന്നെ ഇവിടെ പതിവാണല്ലോ ഡെയിലി ഇവിടുത്തെ ഫ്രൂട്ട്സ് കൂട്ടാൻ എന്നും മോരും കൂടെ വേണം. മോരും ഫ്രൂട്ട്സും അതാണ് അവന് പ്രധാനം. ഏതാ മോര് കറിക്ക് എല്ലാം അരച്ചങ്ങ് എടുത്തിട്ടുണ്ടേ. ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ടേ. പിന്നെ മോര് കറിയല്ലേ ചോദിക്കുന്നുള്ളൂ, വേറെ കറിയൊന്നും ചോദിക്കുന്നില്ലല്ലോ. മോര് കറി പിന്നെ എളുപ്പവും കൂടെ അല്ലേ, അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അങ്ങനെ അരപ്പെല്ലാം അരച്ച് ഒഴിക്കുന്നുണ്ടേ. അരപ്പിനകത്ത് തന്നെ ഞാൻ തൈരും മിക്സ് ചെയ്തങ്ങ് ഒഴിക്കും. അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പുളിശ്ശേരിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ തൈരും കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് അരച്ചിട്ട് ചേർക്കുന്നതാണേ. അങ്ങനെ പുളിശ്ശേരി സെറ്റായി. ഇനിയിപ്പോൾ അതിന് ഇടയ്ക്ക് കൂടെ കുറച്ച് പാത്രം കൂടെ ഉണ്ട് കേട്ടോ കഴുകാൻ. ഞാൻ പിന്നെ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴും തന്നെ കഴുകി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഈ സിങ്ക് നിറഞ്ഞു കിടക്കുന്നത് കാണാനേ എനിക്കിഷ്ടമല്ല. പിന്നെ അടുക്കളയിൽ കയറാൻ പോലും തോന്നത്തില്ല. അതുകൊണ്ട് പിന്നെ കൈയോടെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വയ്ക്കുവേ. പിന്നെ ഇവർ പോയി കഴിഞ്ഞാലും എനിക്ക് കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്നും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പുട്ടുകുറ്റി കഴുകുന്നതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ എൻ്റെ കൈ കുറച്ച് ചെറുതായതുകൊണ്ട് നന്നായിട്ട് കഴുകാൻ പറ്റും. പുട്ടുകുറ്റിയിൽ ഇങ്ങനെ പുട്ടെല്ലാം ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ കഴുകാൻ നല്ല പാടാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കൈയോടെ കഴുകി വയ്ക്കും, അല്ലെങ്കിൽ പിന്നെ നല്ല പാടാണ്. അങ്ങനെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകിയും എടുക്കുന്നുണ്ടേ. അപ്പോഴേക്കും മോൻ കുളിച്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് ഒരു മെഴുക്ക് തയ്യാറാക്കാം. 8:30-ക്കാണ് ബസ് വരുന്നത്. എന്നാലും അവൻ 8:20 പോകും കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ നമുക്കെല്ലാം റെഡിയാക്കണമല്ലോ. അപ്പോൾ വഴുതനങ്ങ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് ഞാൻ അങ്ങ് മെഴുക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടുകിട്ട് പൊട്ടിച്ച് എണ്ണയിലേക്ക് വഴുതനങ്ങ ഇടുന്നുണ്ടേ. വഴുതനങ്ങ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പെട്ടെന്ന് അരിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇത് പെട്ടെന്നായി കിട്ടും. വഴുതനങ്ങയിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടുവേ. വഴുതനങ്ങ ഒരുപാടങ്ങ് വേവിച്ചെടുക്കത്തില്ല. ഒരര വേവിൽ ഞാൻ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഞാനങ്ങ് എടുക്കുവേ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. തിന്നാത്ത കുട്ടികളും തിന്നുപോകും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇവിടെ പുട്ടെന്ന് പറഞ്ഞപ്പോഴേ ഇക്കാക്ക് പഴങ്കഞ്ഞി മതിയെന്ന് വിളിയാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇലയപ്പോ മധുരമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ ഇക്കാക്ക് പഴങ്കഞ്ഞി തന്നെ വേണം കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പഴങ്കഞ്ഞിയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് അവർക്കുള്ള ലഞ്ചും അങ്ങോട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ. രണ്ടുപേർക്കും ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ടേ. ചോറ് ഇടുമ്പോൾ തന്നെ ഇവിടുന്ന് വിളി വരും, ചോറ് കുറച്ച് ഇടാവോളി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് അടുത്ത് നിൽക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ സൗണ്ടൊക്കെ ഉണ്ടാക്കാതെയാണ് ഞാൻ ഇങ്ങനെ ചോറിടുന്നത് കേട്ടോ. അപ്പോൾ ചോറിനകത്ത് നെല്ലിക്ക വെച്ച് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഞാൻ വഴുതനങ്ങ മെഴുക്കും കൂടെ വെച്ചിട്ട് ഞാനങ്ങ് ലഞ്ച് ബോക്സ് ക്ലോസ് ചെയ്യുന്നുണ്ടേ. അരമണിക്കൂറാണ് ലഞ്ച് ടൈം. പക്ഷേ ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും വേണം. പിന്നെ എങ്ങനെ കഴിക്കുന്നതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. എന്തായാലും വീട്ടിൽ വരുമ്പോഴത്തേനും ലഞ്ച് ബോക്സ് എല്ലാം കാലിയാവുന്നുണ്ട്. ഒഴിച്ച് കറിയായിട്ട് ഞാൻ മോര് കറിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സ്നാക്സിന് ബിസ്ക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. കുടിക്കാനായിട്ട് ജീരക വെള്ളമാണ് എന്നും കൊടുത്തു വിടുന്നത് കേട്ടോ. ഇവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ വയറുവേദനയുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ജീരക വെള്ളമാണ് ഞാൻ മാക്സിമം കൊടുത്തുവിടാൻ ശ്രമിക്കാറ്. അപ്പോൾ ഒരാളുടെ ലഞ്ച് ബോക്സ് എല്ലാം സെറ്റായി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മറ്റേ ആളുടെ 9 മണിക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരാൾ പോകാൻ റെഡിയാവുന്നുണ്ടേ. 7 മണിയാകുമ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കുളിച്ച് റെഡിയായി വന്നാലും അവ 8:30 ആയാലും ഒരുങ്ങി തീരത്തില്ല കേട്ടോ. അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അങ്ങനെ രാവിലെ ഞാൻ കുളിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്ത് വന്നിട്ട് പുട്ട് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. സാരയൊക്കെ ഇട്ട് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തപ്പോഴത്തേന് പാത്രം കൊണ്ട് നിൽക്കുവാണ്. അത് മിക്സ് ചെയ്ത് കൊടുക്കാനാണ് അവൻ വന്ന് നിൽക്കുന്നത്. ക്യാമറ കണ്ടപ്പോൾ നിന്ന് ചിരിക്കുന്ന ചിരിയാണ് ഈ കാണുന്നത്.
എന്നും സ്കൂളിൽ പോകാൻ നേരത്താണ് കുളിപ്പിച്ച് കൊണ്ടുവരുന്നത് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുളിപ്പിച്ചുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് രാവിലെ എത്ര തണുപ്പായാലും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാവിലെ കുളിച്ചതിൻ്റെ സന്തോഷവും അവന് ഇഷ്ടപ്പെട്ട പുട്ടും കൂടെ ആയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ബർത്ത്ഡേയുടെ തലേന്ന് തന്നെ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉമ്മ എൻ്റെ വാച്ച് പൊട്ടി, എനിക്കൊരു സ്പൈഡർമാൻ്റെ വാച്ച് വാങ്ങിച്ചു തരണേ, എന്നാ വാങ്ങിച്ചു തരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പൈസ ആകുമ്പോൾ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനറിയാതെ ഞാനൊരു വാച്ച് ഓർഡർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. സ്പൈഡർമാൻ്റെ തന്നെ വാച്ച്. അവന് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതിൻ്റെ തലേന്ന് തന്നെ എന്തായാലും ഓർഡർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് പറയുന്നത് എനിക്കൊരു സ്പൈഡർമാൻ്റെ വാച്ച് വേണമെന്ന്. ഞാൻ എന്തായാലും അത് തന്നെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ വാച്ചൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഇരുന്ന് വാച്ച് സമയമൊക്കെ നോക്കുകയാണ് കേട്ടോ. സമയം നോക്കാൻ അറിയത്തില്ലെങ്കിലും സമയം നോക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ സന്തോഷത്തിൽ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുള്ളിക്കാരെന്താ സ്കൂളിലേക്ക് പോയേട്ടാ. സ്കൂളിലൊക്കെ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോഴാ അടയ്ക്കയെല്ലാം പറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അപ്പോൾ അടയ്ക്ക പറിക്കുന്ന ദിവസമാണേ. ഈ കിടക്കുന്ന എല്ലാം മുന്നേ ഒരു റൗണ്ട് പറിച്ച് ഉണക്കാൻ ഇട്ടിരിക്കുന്നതാണേ. അടയ്ക്കയെല്ലാം ഇങ്ങനെ മരത്തിൽ പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ അടയ്ക്കയെല്ലാം നല്ല ഹൈറ്റിലായിട്ടുണ്ടേ. അപ്പോൾ ഇന്ന് പണിക്കാരെ നിർത്തിയിട്ടാണ് അടയ്ക്കയെല്ലാം പറിച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കാണാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങോട്ട് ചെന്ന് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ പണിക്കാർ നിന്ന് അടയ്ക്ക പറിക്കുന്നുണ്ടേ. ഇങ്ങനെ ഒറ്റ കൊലയായിട്ടാണ് ഇങ്ങനെ വലിച്ചിടുന്നത് കേട്ടോ. ഈ വലിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് മരത്തിൽ കൊണ്ടുകഴിഞ്ഞാൽ മരം നശിച്ചു പോവും, അതും ശ്രദ്ധിക്കണം. അപ്പോൾ അത് നോക്കിയിട്ടാണ് അവർ വലിച്ചിടുന്നത് കേട്ടോ. ഒരു കൊലയിൽ തന്നെ ഒരുപാട് അടയ്ക്കയുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം പറക്കി കൊണ്ടുവന്ന് അവർ മുകളിൽ കൊണ്ടുവന്ന് ഒരു മാസത്തോളം ഇട്ട് ഉണക്കിയിട്ട് ആ ഉണങ്ങിയ അടയ്ക്ക തോലെല്ലാം കളഞ്ഞ് അവർ ഉണക്കി കൊടുക്കും കേട്ടോ. ഇപ്പോൾ ദാ പറിച്ച അടയ്ക്കയാണ് ഈ കൊണ്ടുവന്ന് നിരത്തി ഇട്ടേക്കുന്നത്. ഇതെല്ലാം ഉണങ്ങി കഴിയുമ്പോൾ അവർ ചാക്കിലാക്കി വെക്കും. ബർത്ത്ഡേക്കാരൻ ബർത്ത്ഡേക്ക് മുട്ടായിയൊക്കെ കൊടുത്തിട്ട് ബാലൻസ് കൊണ്ടുവന്ന് എന്നെ കാണിക്കുവാണ് കേട്ടോ. അപ്പോഴാണ് അവിടെ കൂട്ടത്തിൽ തേനുണ്ടെന്ന് പറഞ്ഞ് മക്കൾ വന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോഴേക്കും ഞാനും ഇക്കായും മക്കളും കൂടെ തേൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ടേ. വലിയ തേൻ കൂടായിരുന്നു, പക്ഷെ അത് നിറച്ച് കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ എടുത്ത് കളഞ്ഞ് കുറച്ച് മാത്രം കിട്ടി കേട്ടോ. ഒരുപാട് തുമ്പികളുണ്ടായിരുന്നു. ഇക്കൊക്കെ നല്ല കൊത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൊത്ത് കിട്ടിയാലും കുഴപ്പമില്ല, തേൻ കിട്ടിയാൽ മതി എന്നും പറഞ്ഞോണ്ടാ ഇക്ക നിന്ന് എല്ലാ തേനും എടുത്തിട്ടുണ്ടേ. തേനെല്ലാം എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കമ്മും കൊണ്ട് നിൽപ്പുണ്ട്. ഈച്ച ഓട്ടിക്കാനെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. ഈച്ച ഓട്ടിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ ആൾ ഈച്ചയെ തുരത്തി ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ തേനെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ.